പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തോംകുളത്തി പട ഇങ്ങോട്ടെന്ന അവസ്ഥയായിട്ടോ. നമുക്ക് കുറേ സ്ഥലം താഴെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും കപ്പയിടാതെ ദാ നമ്മുടെ വീടിൻ്റെയും റോഡിൻ്റെയും ഇടയ്ക്കുള്ള നമ്മുടെ സ്വന്തം തിട്ടലെ തന്നെ കപ്പയിട്ടത്. കുറേ പ്രതീക്ഷയോടെ കേട്ടോ. നമുക്ക് ഒന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ച് പൈസ കൊടുക്കാതെയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറിച്ച് കഴിക്കാമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാട്ടോ ഇതൊക്കെ ചെയ്തത്. പക്ഷേ നമുക്ക് താഴത്തെ പറമ്പിൽ കപ്പയിട്ടപ്പം ഉണ്ടായ അതേ അനുഭവം തന്നെയാട്ടോ ഇവിടെയും ഉണ്ടായത്. റോഡാണെങ്കിൽ ഞാൻ വന്ന് കുത്തിയിരിക്കുമെന്നുള്ള നിലപാടിൽ പന്നി എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഒട്ടും മടിച്ചില്ല കേട്ടോ. ഞങ്ങൾ ദാ കയ്യിൽ കിട്ടിയ വലയും സാരിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വലിച്ചൊക്കെ മുറുക്കി കെട്ടി വെച്ചു കേട്ടോ. ആദ്യക്കുട്ടനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ദാ പാറുക്കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഇട്ട് വലിച്ചൊക്കെ മുറുക്കി കെട്ടി വെച്ചു കേട്ടോ. ആദ്യക്കുട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവനും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ദാ പിറ്റേ ദിവസം എത്തിയ കാറ്റത്തും മഴയത്തും വീണ്ടും നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് കാറ്റ് നമ്മൾ കെട്ടിയതെല്ലാം താഴെ ഇട്ടു കേട്ടോ. പിന്നെയും അവിടുന്നും നമ്മൾ പ്രതീക്ഷകളൊന്നും കൈവിടാതെ വീണ്ടും ദാണ്ടെ ആദ്യക്കുട്ടനും ഞാനും അമ്മയും പാറുക്കുട്ടി എല്ലാവരും ചേർന്ന് വീണ്ടും കെട്ടി ഒപ്പിച്ച് ഒരു വിധത്തിലാക്കി വെച്ചു കേട്ടോ. ഇതിലാര് ജയിക്കും എന്നൊന്നും അറിയത്തില്ല. കാറ്റ് കൊണ്ടുപോകുമോ എന്നും അറിയത്തില്ല, പന്നി വന്ന് കുത്തിക്കളയുമോ എന്നും അറിയത്തില്ല, നമുക്ക് കപ്പ കിട്ടുമോ എന്നും അറിയത്തില്ല. 2-3 മാസം എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്കി കപ്പയൊക്കെ മിച്ചമുണ്ടെങ്കിൽ അന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയാനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ.